ഇന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഒരാൾ മടിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിനൊരു ക്ലെയിം വരുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ക്യാഷ്ലെസ് ക്ലെയിമിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടുള്ള ടെൻഷനാണ് പലർക്കും. കാരണം എൻ്റെ ഓഫീസിലൊക്കെ വരുന്ന സമയത്ത് പലരും പറയാറ് അതിന് പോളിസി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കേസല്ല, പക്ഷേ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നടക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോളിസി എടുക്കാത്തത് പലരും പറയാറുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഒരു ക്യാഷ്ലെസ് ക്ലെയിം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ചില സ്റ്റെപ്പുകളുണ്ട്, ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ ആ ഒരു ക്യാഷ്ലെസ് ക്ലെയിമിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച്, അതിൻ്റെ നടപടികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെ പാർട്ട് 1 ആണ് ഇത്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ 4 നൂറ്റാണ്ടിലേറെയായി ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. LIC, സ്റ്റാർ ഹെൽത്ത്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ്, ഈ 4 കമ്പനിയുടെ ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഇൻഷുറൻസ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് പുതിയ പോളിസി എടുക്കുവാനോ LIC പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു വോയിസ് ഇടുന്ന സമയത്ത് പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങൾ ഒന്നുകിൽ വോയിസ് ഇടുക അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഒരു ക്യാഷ്ലെസ് ക്ലെയിമിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കൊരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന് പോകാൻ നിൽക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളീ പോകുന്ന ഹോസ്പിറ്റല് ഈ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ വരുന്ന ആശുപത്രികളെ നോക്കണം. കാരണം ഓരോ കമ്പനിക്ക് ഓരോ സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചില ഹോസ്പിറ്റലിൽ ടൈപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആശുപത്രി ഈ ഇൻഷുറൻസ് കമ്പനി ടൈപ്പ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നോക്കാനായിട്ട് സംവിധാനങ്ങളൊക്കെയാണ്. കാരണം നെറ്റിൽ നിങ്ങൾ അടിച്ച് ഈ ആശുപത്രി, ഈ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഇത് ക്യാഷ്ലെസ് ക്ലെയിമിനുള്ള ആശുപത്രി ഏതാണെന്ന് നോക്കണം. രണ്ടാമത് നോക്കേണ്ടത് നിങ്ങളുടെ ഈ പോളിസിയുടെ കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഏത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയും ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, നമ്മൾ പോളിസി ചേർന്ന് 24 മണിക്കൂർ കഴിഞ്ഞാൽ അപകടം മുഖാന്തരമുള്ള ആശുപത്രി ചിലവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 30 ദിവസം കഴിഞ്ഞാൽ പനി പോലുള്ള അസുഖങ്ങളാണ് കവർ ചെയ്യുക. 2 വർഷം കഴിഞ്ഞാലാണ് സ്പെഷ്യൽ ഡിസീസ്, ഇപ്പോൾ കിഡ്നി സ്റ്റോൺ, പൈൽസ്, ഹർണിയ, തൈറോയിഡ്, അതുപോലെ യൂട്രസ് മുതൽ കട്രാക്ട്, അങ്ങനെ പറയുന്ന ഏകദേശം 20-ലധികം രോഗങ്ങൾ അത് 2 വർഷം വരെ വെയിറ്റിംഗ് പീരീഡിലുള്ള രോഗങ്ങളാണ്. ഇതിലേതെങ്കിലും രോഗമാണോ നിങ്ങൾ ചികിത്സയ്ക്ക് പോകുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടണം. ഇനി ആ നിലവിലുള്ള രോഗം നിങ്ങൾ ഈ പോളിസിയിൽ കാണിച്ചില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ക്ലെയിമിന് വേണ്ടി നിങ്ങൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ക്ലെയിമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം പരിശോധിക്കും. അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, ഒരു പക്ഷേ അടുത്ത ആഴ്ചയിൽ ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർ ഫിക്സ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടിയെങ്കിൽ പ്രീ പ്ലാൻഡ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ പറയുക. അങ്ങനെ ആ അഡ്മിഷന് നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളും കിട്ടിയെങ്കിൽ അതിനൊരു പ്രീ ഓതറൈസേഷൻ എടുക്കാം. പ്രീ ഓതറൈസേഷൻ എന്ന് പറയുന്നത് ആ ആശുപത്രിയിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ഡയഗ്നോസ് റിപ്പോർട്ടും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വയ്ക്കും. അത് ഇന്ന ചികിത്സയായിട്ട് ഈ കസ്റ്റമർ ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, ആ ഇതിൽ പ്രൊസീജിയറിന് ഏകദേശം ഇത്ര രൂപ ചിലവ് വരും, ഇതാണ് അതിൻ്റെ ഡയഗ്നോസ് റിപ്പോർട്ട് പറയുന്നത്. ഈ ഇൻഷുറൻസ് കമ്പനിക്ക് നേരത്തെ കൂട്ടി ഡോക്ടർ ഒരു പാക്കേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പരിശോധിച്ച് നമുക്കതിന് അർഹത ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് അതിന് അപ്രൂവൽ തരും. അതിനാണ് പ്രീ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു 50,000 രൂപയ്ക്കാണ് അയച്ചതെങ്കിൽ ഒരു പക്ഷേ ഒരു 10,000 രൂപ 15,000 രൂപ ഇനീഷ്യലായിട്ട് അത് അപ്രൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ക്യാഷ്ലെസ് അവിടെ ഓൾറെഡി ആയി. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് സെക്ഷനിൽ പോയി അവിടെ നമ്മുടെ പോളിസി കോപ്പി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ അപ്രൂവലിന് അയക്കണം. അപ്പോഴേക്കും ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ പൈസ നമുക്ക് കയ്യിൽ നിന്ന് കൊടുക്കണം. ക്യാഷ്ലെസ് അവിടെ അഡ്മിഷൻ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്യാഷ്ലെസ് നമുക്ക് അവിടെ ചാലുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മൾ നടത്തിയ ടെസ്റ്റും കാര്യങ്ങളിലേക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രീ ഓതറൈസേഷൻ എടുക്കാനുള്ള സമയത്ത് എല്ലാത്തിനും പറ്റില്ല. പെട്ടെന്ന് ഒരു എമർജൻസി കേസിന് പോകുമ്പോഴും നമുക്ക് പ്രീ ഓതറൈസേഷൻ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പനി പിടിച്ച് പെട്ടെന്ന് പോകണം നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അപകടം പറ്റുന്ന നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല. കാരണം അപകടം എപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ സംവിധാനമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണേക്കാൾ മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
അടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് എന്താ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഈ ഒരു കാരണത്താൽ നിങ്ങൾ എടുക്കാതിരിക്കാൻ നിങ്ങൾ അമാന്തിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ്. കാരണം ചികിത്സ എപ്പോൾ വരും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, അതിന് എത്ര ചിലവ് വരും നമുക്ക് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവർക്ക് ആണ് അവർ ആദ്യം തന്നെ ചോദിക്കുക, റിസപ്ഷനിൽ ചോദിക്കും. നമ്മൾ അഡ്മിഷൻ ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യം ചോദിക്കുക നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ ചോദിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അതിൻ്റെ ക്ലെയിം പ്രൊസീജിയർ വളരെ ഈസി ആക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടി അടുത്ത 2 വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, ആൻ്റണി തോമസ്. ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്കും ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള പ്രചോദനം കൂടുതൽ കിട്ടുന്നതാണ്. അവിടെ പറഞ്ഞ പോളിസി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ലൈഫ് ഇൻഷുറൻസ് പോളിസിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വോയിസ് ഇടുന്ന സമയത്ത് പേര്, സ്ഥലം, ഡേറ്റ് ഓഫ് ബർത്തും വെക്കുക. പരമാവധി വിളിക്കാതിരിക്കും. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷേ വിളിക്കുന്ന സമയത്ത് മിക്കവാറും എനിക്കത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങളൊരു വോയിസ് ആയിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ഇടുകയാണെങ്കിൽ എനിക്ക് വൈകിട്ട് എപ്പോഴെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് മറുപടി തരാൻ പറ്റും. ഒരുപാട് പേര് സംശയം ചോദിച്ച് വിളിക്കുന്നുണ്ട്. കാരണം ഞാൻ ക്ലെയിം റിജക്ഷൻ വന്ന് എന്താ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ വാഹനത്തിന് അപകടം സംഭവിച്ചത് എന്ത് ചെയ്യണം, അങ്ങനെ പറയുന്ന നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ പരമാവധി ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് വിളിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറയുന്നത്. അത് ഞാൻ ഒരു വലിയ ഇതായിട്ട് പറയുന്നതല്ല, എൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം പറയുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ.